നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു ഹിസ്റ്ററി. ഇനി നമുക്ക് ഹിസ്റ്ററിയിലെ തേർഡ് ചാപ്റ്റർ ആൻഡ് ദാറ്റ് ഈസ് ഇൻ ദ ഏർലിയസ്റ്റ് സിറ്റീസ്. എന്താണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് വെച്ചാൽ നമുക്ക് സ്റ്റോറി ഓഫ് ഹരപ്പൻ സിവിലൈസേഷൻ, ഹരപ്പൻ്റെ സ്റ്റോറി എന്താണെന്ന് അറിയും നിങ്ങൾക്ക്? അതായത് ഏകദേശം 150 വർഷങ്ങൾക്ക് മുൻപ് പഞ്ചാബിലുള്ള തൊഴിലാളികളും എഞ്ചിനീയർമാരും അവരുപയോഗിച്ചിരുന്ന ചുടുകട്ടകൾ, എന്തിനുപയോഗിച്ചിരുന്ന റെയിൽപാത പണിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ചുടുകട്ടകൾ അവർക്ക് ശേഷിപ്പുകളിൽ നിന്ന് കിട്ടി. ഇത് കിട്ടിയത് 80 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഹരപ്പയിൽ നിന്ന് ഈ ചുടുകട്ടകളൊക്കെ കളക്ട് ചെയ്തത്, ആർക്കിയോളജിസ്റ്റ് ഒക്കെ കളക്ട് ചെയ്തത്. ആൻഡ് ഈ സിറ്റീസ് ഒക്കെ ആക്ച്വലി ഡെവലപ്ഡ് ആയി തുടങ്ങിയിട്ട് ഒരു 4700 ഇയേഴ്സ് ആയെന്നാണ് ആര് പറയുന്നത്? ആർക്കിയോളജിസ്റ്റ് ഒക്കെ പറയപ്പെടുന്നത്. ആൻഡ് ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. വാട്ട് വാസ് സ്പെഷ്യൽ അബൌട്ട് ദി സിറ്റീസ് ആൻഡ് ഈ സിറ്റീസിന്റെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് വെച്ചാൽ, സിറ്റഡലിലെ വെസ്റ്റ് ഭാഗത്ത് സ്മോളർ ബട്ട് ഹയർ, അതായത് സ്മോളർ ആണ് പക്ഷേ വലുതാണ്. അതുപോലെ ലോവർ ടൗണിന്റെ പ്രത്യേകത എന്താണ്? അത് ഈസ്റ്റ് സൈഡിലാണ് പക്ഷെ ലാർജർ ബട്ട് ലോവർ, വലുതാണ് ബട്ട് ഫയർ ഓൾട്ടേഴ്സ് അഥവാ അഗ്നികുണ്ഡം. അതായത് കാലിബംഗൻ ആൻഡ് ലോത്തൽ, ഇവിടെ ഈ പറയുന്ന 2 സ്ഥലങ്ങളില് അവിടെ മറ്റേ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തതിന്റെ ചാരങ്ങളൊക്കെ എവിഡൻസസ് ആയിട്ട് ആർക്കിയോളജിസ്റ്റിന് കിട്ടിയിട്ടുണ്ട്, റിമെയിൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സാക്രിഫൈസസ് പെർഫോം നേരത്തെ പറഞ്ഞത് തന്നെ, അവർ ഒരുപാട് സാക്രിഫൈസസ് ഒക്കെ ചെയ്തതിന്റെ ഒരുപാട് അതായത് നമ്മൾ ഈ അഗ്നികുണ്ഡത്തിന്റെയും ഇതിന്റെയൊക്കെ ഒരുപാട് ചാരങ്ങളും അവശിഷ്ടങ്ങളും കിട്ടിയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. പിന്നെ സ്റ്റോർ ഹൗസസ് മോഹൻജോ-ഡാരോ, ഹരപ്പ ആൻഡ് ലോത്തൽ, അതായത് മോഹൻജോ-ഡാരോ, ഹരപ്പ ആൻഡ് ലോത്തൽ എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റോർ ഹൗസസ് ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ, റിമെയിൻസും എവിഡൻസസും ഒക്കെ ആർക്കിയോളജിസ്റ്റ് കണ്ടുപിടിച്ചതായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഹരപ്പൻ സിവിലൈസേഷനിൽ ഒരുപാട് യുണീക്ക് ഫൈൻഡിങ്സ്, അതായത് സിറ്റീസിൽ ഒരുപാട് യുണീക്ക് ആയിട്ട് കാണുന്ന ഒരുപാട് ഒബ്ജക്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. എന്താ നമുക്ക് നോക്കാം. റെഡ് പോട്ട്രി പെയിന്റഡ് വിത്ത് ഡിസൈൻസ് ഇൻ ബ്ലാക്ക്, അതായത് നല്ല കാണാൻ ഭംഗിയുള്ള ഈ പോട്ട്സ് ഒക്കെ നല്ല ഭംഗിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പെയിന്റ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ അവിടുത്തെ യുണീക്ക് ഫൈൻസ് ആയിരുന്നു. പിന്നെ സ്റ്റോൺ വെയ്റ്റ്സ്, അതായത് അളവ് തൂക്കാൻ വേണ്ടിയുള്ള വെയ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സീൽ, അത് മുദ്രകൾ ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ബീഡ്സ്, അതായത് പലതരം സ്പെഷ്യൽ മുത്തുകൾ ഉണ്ടായിരുന്നു. കോപ്പർ ടൂൾസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാരലൽ സൈഡഡ് ലോങ് സ്റ്റോൺ ബ്ലേഡ്സ്, അതായത് പാരലൽ ആയ സൈഡ്സിലുള്ള ഒരുപാട് കത്തികൾ, മൂർച്ചയേറിയ കത്തികൾ ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് വൺ ആണ് ഹൗസസ്, ഡ്രെയിൻസ് ആൻഡ് സ്ട്രീറ്റ്സ്. എന്താണ് ഹൗസസ്, ഡ്രെയിൻസ് ആൻഡ് സ്ട്രീറ്റ്സ് എന്നാൽ, ഹൗസസ് 1 or 2 stories high, rooms built around a courtyard, a separate bathing area, wells to supply water. അതായത് സെപ്പറേറ്റ് റൂം ഉണ്ടായിരുന്നു, സെപ്പറേറ്റ് ബാത്റൂം ഉണ്ടായിരുന്നു. റൂംസ് ഒക്കെ ഭയങ്കര 4 വശം ചുറ്റിക്കെട്ടി ഭയങ്കര ഫിക്സ്ഡ് നല്ല ഉറപ്പിലൂടെ പണിഞ്ഞ നല്ല ബിൽഡിങ്സ് ആയിരുന്നു. ആ ബിൽഡിങ്ങിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ബാത്റൂംസും അതുപോലെ തന്നെ സപ്ലൈ. അവിടെ തന്നെ ഹരപ്പയിൽ അവിടെ തന്നെ എന്തുണ്ടായിരുന്നു? ഒരു വെല്ലുണ്ടായിരുന്നു, വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു കിണറുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ വീടുകളിൽ തന്നെ 1 or 2 സ്റ്റോർ ഹൗസസ് വരെ ഉണ്ടായിരുന്നു. അതാണ് ആ ഒരു കാലഘട്ടത്തിൽ വളരെ ആ സമയത്തും എന്താ പറയാ, അത്യാവശ്യം അവർക്ക് ജീവിക്കാനും അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ നടത്തിപ്പോകാനുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അന്നും നിലനിന്നതായി പറയപ്പെടുന്നു. അത് നമുക്ക് എവിഡൻസസ് ഒക്കെ കളക്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. എന്താണ് ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് കണ്ടല്ലേ. അപ്പൊ ഈ ഹരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ ഹരപ്പയിലുള്ള ഒരുപാട് ബിൽഡിങ്സും വലിയ ഫോർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ. ഈ ബിൽഡിങ്സ് ഒക്കെ എന്തുകൊണ്ടാണ് പണിഞ്ഞത്, എന്താണ് അവർ യൂസ് ചെയ്ത മെറ്റീരിയൽസ് എന്ന് നമുക്കറിയണ്ടേ. സോ നമുക്കിവിടെ നോക്കാം. Walls of baked bricks were built around each parts. അതായത് ഈ ബിൽഡിങ്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഈ ബിൽഡിങ്സ് ഒക്കെ എങ്ങനെയാണ് പണിഞ്ഞിരുന്നത്? ഭയങ്കര ഈ ഈച്ച കൊണ്ടുള്ള ബ്രിക്സ് അവയൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ആ ബിൽഡിങ്സ് ഒക്കെ പണിഞ്ഞത്. അത് വളരെയധികം സ്ട്രോങ് ആയിരിക്കും ആ ബിൽഡിങ്സ്. കാരണം എന്താണ്, അവർ അങ്ങനെ അത്രയും സ്ട്രോങ് ആയ ബ്രിക്സ് ആണ് അവിടെ യൂസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് വൺ, the bricks were laid in an interlocking pattern. അതായത് ആ ബ്രിക്സ്, ഇഷ്ടികകളൊക്കെ വളരെ ഇന്റർലോക്കിംഗ് ആയിട്ടാണ് അവർ ചെയ്തത്. അതായത് ഇന്റർലോക്കിംഗ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ഫുൾ ലോക്ക് ചെയ്തുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവിടെ ബിൽഡിങ്സ് ഒക്കെ അവർ പണിഞ്ഞത്, ഹരപ്പയിൽ പണിഞ്ഞത്. ഇനി മോഹൻജോ-ഡാരോ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ഇവിടെ. ലൈക്ക് എ വെരി സ്പെഷ്യൽ ടാങ്ക്, ദി ഗ്രേറ്റ് ബാത്ത്.
മോഹൻജോഡാരോടെ എന്താണ് അറിയപ്പെടുന്നത്? ഗ്രേറ്റ് ബാത്ത് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റെപ്സ് ലീഡിംഗ് ഡൗൺ ടു ഇറ്റ് ഫ്രം ടു സൈഡ്സ്. അതായത് അവിടുത്തെ സ്റ്റെപ്സ് ഒക്കെ രണ്ട് സ്ഥലത്തുനിന്ന് നമ്മൾ ഗ്രേറ്റ് ബാത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ വലിയ അത് ഭയങ്കര സ്പെഷ്യൽ ആയ ഒരു ടാങ്കാണ് ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. ആ ഗ്രേറ്റ് ബാത്തിന്റെ സ്റ്റെപ്സ് എങ്ങനെയാ പോന്നേക്കെന്ന് അറിയോ? രണ്ട് സൈഡിലും ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി സ്റ്റെപ്സ് താഴത്തേക്ക് വന്നിട്ട് നല്ല ഭംഗിക്കാണ്, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് അവര് നിർമ്മിച്ചേക്കുന്നത്. അപ്പൊ ഈ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ പറഞ്ഞല്ലേ. സോ പിന്നെ ഒരു സവിശേഷതകൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ കുളിക്കാൻ വരുന്നത്, അവിടെ ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞ അവിടെ കുളിക്കാൻ വരുന്നത് വളരെ സ്പെഷ്യൽ ആയ ഒക്കേഷൻസിലൊക്കെയാണ് അവര് അവിടുത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ വളരെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ വരും. അതുപോലെ തന്നെ വെള്ളം ഒഴുക്കി വിടാനൊക്കെ അവർ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ടാറ് കൊണ്ടാണ് അവര് തറയൊക്കെ പണിഞ്ഞേക്കുന്നത്. അതാണ് ഇതിന്റെ മോഹൻജോഡാരോയുടെ കുറച്ച് സ്പെഷ്യാലിറ്റീസ്. ഡ്രെയിനേജ് സിസ്റ്റം. ഈ ഡ്രെയിനേജ് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ കനാൽസ് പോലത്തെയൊക്കെ അന്നും എക്സിസ്റ്റ് ചെയ്തിരുന്നു, ആ ഒരു കാലഘട്ടത്തിലും എക്സിസ്റ്റ് ചെയ്തിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. സോ ഈ ഡ്രെയിനേജ് കനാൽസ് ഒക്കെ അവരെങ്ങനെയാണ് അവിടെ സൂക്ഷിച്ച് വെച്ചിരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പൊക്കത്ത് മൂടി വെക്കും, അതായത് ടോപ്പൊക്കെ വെക്കും. ആ ഒരു ഷേപ്പിൽ തന്നെ ഒരു പിരമിഡ് പോലത്തെ കുറേ കുഞ്ഞു കുഞ്ഞു ടോപ്സ് വെച്ചിട്ട് അത് ഫുൾ അവർ കവർ ചെയ്യും. അതുപോലെ ഡ്രെയിൻസ് ഇൻ ഹൗസസ് കണക്റ്റഡ് ടു ദോസ് ഓൺ ദ സ്ട്രീറ്റ്സ്. അതായത് ഓരോ വീടുകളിലെയും ഡ്രെയിനേജസ് റോട്ടിലേക്കുള്ള പാതയിലേക്ക് അവർ കണക്ട് ചെയ്യും. പിന്നെ സ്മോളർ ഡ്രെയിനേജസ് ലെഡ് ഇൻ ടു ബിഗർ വൺസ്. അതായത് ഈ ചെറിയ ചെറിയ കനാൽസ് ഫ്ലോ ചെന്ന് കണക്ട് ചെയ്ത് എത്തിച്ചേരുന്നത് വലിയ കനാലിലേക്കായിരിക്കും. പിന്നെ ഇൻസ്പെക്ഷൻ ഹോൾസ് ടു ക്ലീൻ. അതായത് ചെറിയ ചെറിയ ഹോൾസ്, ചെറിയ ചെറിയ ദ്വാരങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടി ഈ കനാൽ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി, ഓട്ടോമാറ്റിക്കലി ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ദ്വാരങ്ങളൊക്കെ അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലൈഫ് ഇൻ ദ സിറ്റിയിലെ ലൈഫ്, ഹരപ്പൻ സിറ്റിയിലെ ലൈഫ് എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് സിറ്റിയിലെ ലൈഫ് വളരെ ബിസി ഏറിയ ലൈഫായിരുന്നു, വളരെ തിരക്കേറിയ ലൈഫായിരുന്നു അന്നും. സിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ, അവിടുത്തെ ഒരുപാട് വ്യാപാരങ്ങളും അതും ഇതും കച്ചവടങ്ങളും കുട്ടികൾ കളിക്കുന്നതും അതും ഇതും എല്ലാം ഭയങ്കര ബിസിയായ സ്ഥലമായിരുന്നു സിറ്റി. പിന്നെ റൂളേഴ്സ്, പ്ലാനിങ്, കൺസ്ട്രക്ഷൻ. റൂളേഴ്സ് എന്തായിരിക്കാം? ഓരോ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളൊക്കെ സിറ്റീസിൽ വെച്ച് പ്ലാൻ ചെയ്യണമായിരിക്കാം, കാരണം അവിടുത്തെ തിരക്കിൻ്റെ കാരണങ്ങളാണ്, റീസൺസ് ആണ് പറയുന്നത്. പിന്നെ സെൻറ്റ് മെൻ ടു ഡിസ്റ്റൻറ്റ് പ്ലേസസ്. അതായത് ഈ വ്യാപാരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരവരുടെ പണിക്കാരെ, അവരുടെ ജോലിക്കാരെ ഈ റൂളേഴ്സ് ദൂരെ ദൂരെ സ്ഥലത്തേക്കൊക്കെ വിടും. ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഇമ്പോർട്ടോ എക്സ്പോർട്ടൊക്കെ ചെയ്യാനായിട്ട് ആരാ വിടും? അവിടെയുള്ള മെൻസിലേക്ക് വിടും. ബീഡ്സ്. ഏത് തരം ബീഡ്സ് ആയിരുന്നു? കർണേലിയൻ, അതായത് ഖർണേലിയൻ എന്ന് പറയുന്ന കല്ല് കൊണ്ടിട്ട്, ആ കല്ല് കൊണ്ടിട്ട് ബ്യൂട്ടിഫുൾ ആയത്, ഒരു ബ്യൂട്ടിഫുൾ നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളർ സ്റ്റോൺ ആണ് ഈ കർണേലിയൻ. ഈ കർണേലിയൻ ഒരു വലിയൊരു കല്ലാണ്. ആ കല്ല് കൊത്തിയെടുത്ത് ഷേപ്പ് ചെയ്തിട്ടാണ് മുത്തുകളൊക്കെ ഇത് നൂലിൽ കോർക്കുന്നത്. പിന്നെ സ്റ്റോൺ ബ്ലേഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? കല്ലുകൊണ്ടുള്ള കത്തികൾ. ഈ കല്ലുകൊണ്ടുള്ള കത്തികൾ അവരെങ്ങനെയാണ് പണിഞ്ഞിരുന്നത്? ആ കല്ലില് നല്ല ഭംഗിക്ക് റെക്റ്റാങ്കുലർ ഷേപ്പൊക്കെ ആക്കിയിട്ട് അവരെന്ത് ചെയ്യുമായിരുന്നു? കൊത്തിയെടുക്കുമായിരുന്നു, നല്ല ഭംഗിക്ക് പണിതെടുക്കുമായിരുന്നു റെക്റ്റാങ്കുലർ ഷേപ്പില്. അതുപോലെ തന്നെ ഈ ആനിമൽസിന്റെ ഷേപ്പിൽ, മൃഗങ്ങളുടെ ഷേപ്പിലൊക്കെ രൂപം കൊള്ളിച്ച് എടുക്കും. എന്തിലും ഈ സ്റ്റോണിൽ ചെയ്തെടുക്കും. പിന്നെ പോട്ട്സ് വിത്ത് ബ്ലാക്ക് ഡിസൈൻസ്. അതായത് ഈ പോട്ട്സിലെ ബ്ലാക്ക് ഡിസൈൻസ് കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മേക്ക് ചെയ്യുമായിരുന്നു. പിന്നെ മേഗറില് കോട്ടന് 7000 വർഷങ്ങൾക്ക് മുൻപ് കോട്ടൺ വളർന്നതായി, ഡെവലപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആക്ച്വൽ പീസസ് ഓഫ് ക്ലോത്ത് ഫൗണ്ട് ഇൻ മോഹൻജോദാരോ. അതായത് ക്ലോത്ത്സിന്റെ ആക്ച്വൽ പീസസ്, അതായത് കുറെ അവശിഷ്ടങ്ങൾ, റിമെയിൻസ് മോഹൻജോദാരോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്തായിരിക്കാം? അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ എന്തിലൊരു സ്റ്റാച്യൂല് ഈ ക്ലോത്ത്സിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ ഉണ്ടായതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇത് ആർക്കിയോളജിസ്റ്റ് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പിൻഡിൽ വോൾസ്. അതായത് സ്പിൻഡിൽ വോൾസ് എന്തായിരിക്കാം? ഈ നൂല്, ചർക്കയൊക്കെ പോലെയുള്ള നൂലുകളാണ് സ്പിൻഡിൽ വോൾസ് എന്ന് പറയുന്നത്. ഇത് മെയ്ഡ് ഓഫ് ടെറക്കോട്ട ആൻഡ് ഫെയ്നസ്. അതായത് ടെറക്കോട്ട എന്ന് പറയുന്നത് എന്താണ്? കളിമണ്ണ്. ഫെയ്നസ് എന്ന് പറയുന്നത് ഒരു ബ്ലൂയിഷ് ഗ്രീനിഷ് കളർ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഉള്ളൊരു പദാർത്ഥമാണ്. അതുപോലെ തന്നെ
ഇത് യൂസ് ടു സ്പിൻ ത്രെഡ്, അതായത് നമുക്കറിയാം അല്ലേ, നൂല് കോർക്കാൻ, നൂല് മേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അന്നുള്ളവര്, അന്നുള്ള ക്രാഫ്റ്റ് പേഴ്സൺസ്, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, ഭയങ്കര എക്സ്പേർട്ട്, അതായത് നമുക്കറിയാം അല്ലെ, സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ആരെങ്കിലും, നമ്മൾ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരു ഇന്ന പർപ്പസിന് സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഇന്നൊരു സംഭവത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയതുകൊണ്ട് സ്പെഷ്യലൈസേഷൻ എന്ന് നമുക്കിവിടെ പറയാം. എന്താണ് ഈ സ്ക്രൈബ്സ്? അതായത് ഈ ഗുമസ്തന്മാരില്ലേ, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗുമസ്തന്മാര്, അവര് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാവുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടാണ് ഈ താഴിയോലകളൊക്കെ പോലത്തെ ഓലകൾ, പിന്നെ അന്ന് അവൈലബിൾ ആയ മെറ്റീരിയൽസും ഇന്ന് ലഭ്യമില്ലാത്ത മെറ്റീരിയൽസ് കൊണ്ടാണ് അവർ അന്ന് യൂസ് ചെയ്ത് എഴുതിയിരുന്നത്. അതുപോലെ തന്നെ ഹെൽപ്പ് ടു പ്രിപ്പയർ ദ സീൽസ്, ഈ മുദ്രകളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നല്ലോണം ഹെൽപ്പ് ചെയ്തു. പിന്നെ ക്രാഫ്റ്റ് പേഴ്സൺസ്, അതായത് സ്ത്രീകളും പുരുഷന്മാരും അവർക്ക് ലഭ്യമായിരുന്നു. എന്തിനു വേണ്ടി? ക്രാഫ്റ്റിന് വേണ്ടി ലഭ്യമായിരുന്നു. ചിൽഡ്രൻ പ്ലേയിങ്, അതായത് ഒരുപാട് കുട്ടികൾ, ആ സിറ്റിയിൽ ഒരുപാട് കുട്ടികൾ കളിക്കാൻ വരുമായിരുന്നു. അതന്നെ പറഞ്ഞാൽ ഭയങ്കര ക്രൗഡഡ് പ്ലേസ് ആയിരുന്നു ലൈഫ് ഓഫ് സിറ്റി, ലൈഫ് ഇൻ ദ സിറ്റി. നെക്സ്റ്റ് ടോയ്സ്. ടോയ്സ് എന്തുകൊണ്ടായിരിക്കാം? കളിമണ്ണ് കൊണ്ടുള്ള ടോയ്സിന്റെ റിമെയിൻസ്, അതായത് ആർക്കിയോളജിസ്റ്റിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് കളിമണ്ണ് കൊണ്ടുള്ള ടോയ്സ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാലം തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ന്യൂ ക്രാഫ്റ്റ്സ് ഇൻ ദ സിറ്റി, അതായത് പുതിയ പുതിയ സിറ്റിയിലേക്ക് പുതിയ പുതിയ ക്രാഫ്റ്റ്സുകളൊക്കെ വന്നു തുടങ്ങി. എന്തൊക്കെയായിരിക്കാം നോക്കാം. ഒബ്ജക്ട്സ് മെയ്ഡ് ഓഫ് സ്റ്റോൺ, ഷെൽ ആൻഡ് മെറ്റൽ. സ്റ്റോണും ഷെല്ലും മെറ്റലൊക്കെ കൊണ്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങി. അതുപോലെ തന്നെ കോപ്പർ ആൻഡ് ബ്രോൺസ്, കോപ്പറും ബ്രോൺസ് ഒക്കെ കൊണ്ട് അവർ എന്തൊക്കെ ഉണ്ടാക്കി തുടങ്ങി? ടൂൾസ്, വെപ്പൺസ് ആൻഡ് വെസൽസ്, ഓർണമെന്റ്സ് എക്സെട്ര, അതൊക്കെ അവര് മേക്ക് ചെയ്ത് തുടങ്ങി. പിന്നെന്താ? ഗോൾഡ് ആൻഡ് സിൽവർ. ഗോൾഡ് ആൻഡ് സിൽവർ അവർ എന്തിനാണ് യൂസ് ചെയ്തിരുന്നത്? ഓർണമെന്റ്സും വെസൽസും ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി മറ്റൊരു ഫാക്ടർ എന്താണെന്നറിയാമോ? ഈ യുണീക്ക് ഫൈൻസ് നമ്മൾ പറഞ്ഞല്ലേ, യുണീക്ക് ഫൈൻസിൽ പെട്ടതാണ് എന്ത്? വെയ്റ്റ്സ്. ഈ വെയ്റ്റ്സ് എന്തിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ്. ഈ വെയ്റ്റ്സ് അവർ മറ്റേ ഈ വജ്രങ്ങളും മൂല്യമുള്ള വജ്രങ്ങളും ആയുധങ്ങളും രത്നങ്ങളും ഒക്കെ അവർ തൂക്കി കൊടുത്തത് എന്തിലായിരുന്നു? ഈ വെയ്റ്റ്സ് യൂസ് ചെയ്തിട്ടാണ്, ഈ കല്ലുകൾ യൂസ് ചെയ്താണ് അവർ തൂക്കി കൊടുത്തത്. അളവുകളൊക്കെ മെഷർമെന്റ്സ് ഒക്കെ തൂക്കി കൊടുത്തിരുന്നത്. ഇത് എന്തുകൊണ്ടാണ്? ഈ കല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചേർട്ട് എന്ന് പറയുന്ന കല്ലുകൊണ്ടാണ് ഈ വെയ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കാലഘട്ടത്തില് ബീഡ്സ് ചെയ്ത് എന്തുകൊണ്ടായിരുന്നു? ബീഡ്സ് കർണേലിയം എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ റെഡ് കളർ സ്റ്റോൺ കൊണ്ട് മുത്തുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതുപോലെ തന്നെ സ്റ്റോൺ ബ്ലേഡ്സ്, അതായത് കത്തി കൊണ്ട്, ഇത് കല്ല് കൊണ്ടുള്ള കത്തികളൊക്കെ അവര് പണിതെടുക്കുമായിരുന്നു. അതെങ്ങനത്തെ ഉള്ളതായിരുന്നു? സീൽസ് ഔട്ട് ഓഫ് സ്റ്റോൺ, അതായത് ഈ കല്ലുകളിലെ ഈ അവര് പണി കൊത്തിയെടുത്ത ഈ കല്ലുകളിൽ എന്ത് തരം സീലടിക്കും, അതായത് എന്ത് തരം മുദ്രകളായിരുന്നു? റെക്ടാങ്കുലർ ഷേപ്പുള്ള മുദ്രകളും അതുപോലെ തന്നെ മൃഗത്തിന്റെ ഷേപ്പുള്ള, അതായത് മൃഗത്തിന്റെ രൂപമുള്ള ആ കല്ലിൽ അത് കൊത്തിയെടുക്കുമായിരുന്നു. പിന്നെ പോട്ട്സ് വിത്ത് ബ്ലാക്ക് ഡിസൈൻസ്, അതായത് മറ്റേ നമ്മൾ പറയില്ലേ ഈ പോട്ട്സിന്റെ കളർ ബ്ലാക്ക് ഡിസൈൻ കൊണ്ടൊക്കെ വളരെ മനോഹരമായി ബ്യൂട്ടിഫുൾ ആയിട്ട് അവര് ചെയ്തെടുക്കുമായിരുന്നു. അതുപോലെ മേഘറില് കോട്ടന്റെ വളർച്ച 7000 വർഷങ്ങൾക്ക് മുൻപായി ഡെവലപ്പ് ആയെന്ന് നമുക്ക് റിമൈൻസിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആക്ച്വൽ പീസസ് ഓഫ് ക്ലോത്ത് ഫൗണ്ട് ഇൻ മോഹൻജോദാരോ, അതായത് മോഹൻജോദാരോയിൽ നിന്ന് ആക്ച്വൽ പീസസ്, അതായത് ക്ലോത്ത്സിന്റെ പരുത്തിയുടെ ആക്ച്വൽ പീസസ്, അവർക്ക് കുറെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആർക്കിയോളജിസ്റ്റ്, അതായത് പുരാവസ്തു ഗവേഷകര് അത് ഫൗണ്ട് ചെയ്തതായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ സെർച്ച് ഓഫ് റോ മെറ്റീരിയൽസ്. എന്താണ് ഈ റോ മെറ്റീരിയൽസ്? റോ മെറ്റീരിയൽ അഥവാ അസംസ്കൃത വസ്തുക്കൾ. ഈ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് റോ മെറ്റീരിയൽസ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ആർ എയ്തർ ഫൗണ്ട് നാച്ചുറലി ഓർ പ്രൊഡ്യൂസ്ഡ് ബൈ ഫാമേഴ്സ് ഓർ ഹെർഡേഴ്സ്. അതായത് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അഥവാ ഫാമേഴ്സോ ഹെർഡേഴ്സോ അവരാൽ കൃഷി ചെയ്യുന്നതിനാണ്, അഥവാ അവരാൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഈ റോ മെറ്റീരിയൽസ് ഫോർ എക്സാമ്പിൾ
കോട്ടന്റെ തുണി കൊണ്ടിട്ട് നമ്മൾ കോട്ടൺ ഒരു റോ മെറ്റീരിയൽ ആണ് അല്ലെ. ഈ റോ മെറ്റീരിയൽ കൊണ്ടിട്ട് ഈ ഇൻപുട്ടിൽ നിന്നാണ് ഔട്ട്പുട്ട് കൊണ്ടുവന്നത്. ഇൻപുട്ട് എന്താണ്? റോ മെറ്റീരിയൽ. അപ്പൊ ഈ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇത് കൊണ്ട് ഉപയോഗിച്ച് ഈ ഇൻപുട്ടിന് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പൊ റോ മെറ്റീരിയൽസ് ആയിട്ട് കോട്ടൺ മാത്രമല്ല, കോട്ടൺ, ത്രെഡ്, ലേബേഴ്സ് അതൊക്കെ ഇൻപുട്ടിൽ പെടും. ഈ ഇൻപുട്ടൊക്കെ കൂടി ഔട്ട്പുട്ട് ആകുമ്പോഴാണ് ഒരു ക്ലോത്ത് ആയിട്ട് കിട്ടുന്നത്. മനസ്സിലായോ? അതാണ് ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ, നല്ലൊരു എക്സാമ്പിൾ ആണ് റോ മെറ്റീരിയൽസിന്റെ. പിന്നെ കോപ്പർ. കോപ്പർ എന്തിനാണ്? പ്രസന്റ് ഡേ രാജസ്ഥാൻ ആൻഡ് ഫ്രം ഒമാൻ ഇൻ വെസ്റ്റ് ഏഷ്യ. പിന്നെ ടിൻ. ടിൻ എന്താണ്? പ്രസന്റ് ഡേ അഫ്ഗാനിസ്ഥാൻ ആൻഡ് ഇറാൻ. നെക്സ്റ്റ് വൺ ഗോൾഡ്. പ്രസന്റ് ഡേ കർണാടക. പ്രഷ്യസ് സ്റ്റോൺ പ്രസന്റ് ഡേ ഗുജറാത്ത്, ഇറാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഇത് ഓരോ സ്ഥലത്തുള്ള സ്പെഷ്യാലിറ്റീസും ടിന്നും ഗോൾഡും സിൽവറും കോപ്പറും ഒക്കെ ഉള്ള അതിന്റെ ഓരോ സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. നെക്സ്റ്റ് വൺ, a closer look Harappan towns in Gujarat. The city of Dholavira. The city of Dholavira is located on Khadar but in the run of Kutch, Gujarat. ഗുജറാത്തിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, the city of Dholavira. അതായത് it is divided into 3 parts. ഈ city of Dholavira എന്ന് പറയുന്ന സിറ്റി മെയിൻലി 3 parts ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, surrounded with stone walls, gateways. അതായത് സ്റ്റോൺ വോൾസ്, കല്ലുകൊണ്ടുള്ള മതിൽ കൊണ്ടാണ് ഇത് ചുറ്റപ്പെട്ടിരിക്കുന്നത്. ഇതിനെ ഗേറ്റ്വേസ് എന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ലാർജ് ഓപ്പൺ ഏരിയ. ഇതൊരു വലിയ ഓപ്പൺ ഏരിയയാണ്. അതായത് ഭയങ്കര വലിയ ഓപ്പൺ ഏരിയയാണ്. എന്തിനു വേണ്ടിയായിരിക്കാം? പബ്ലിക് സെറമണീസ്, അതായത് ഈ മാരേജ് ഫംഗ്ഷൻ, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ആ കാലഘട്ടത്തിൽ നിലനിന്നായിരിക്കണം. സോ എക്സിസ്റ്റ് ചെയ്ത ആ ഒരു ഫംഗ്ഷൻസിന് വേണ്ടി ലാർജ് ഓപ്പൺ ഏരിയാസ് ആണ് യൂസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് വൺ, ലാർജ് ലെറ്റേഴ്സ് ഓഫ് ദ ഹാരപ്പൻ സ്ക്രിപ്റ്റ്. അതായത് ഹാരപ്പന്റെ സ്ക്രിപ്റ്റിൽ അവരുടെ ലിപിയിൽ എഴുതിയ ലാർജ് എന്ത് ലെറ്റേഴ്സ്, വലിയ വലിയ ലെറ്റേഴ്സും. ഇറ്റ്സ് കാർവ്ഡ് ഔട്ട് ഓഫ് വൈറ്റ് സ്റ്റോൺ. അതായത് വെള്ള വൈറ്റ് കളർ കല്ലുകൊണ്ടാണ് കൊത്തിയെടുത്തേക്കുന്നത്. ആൻഡ് ഇൻ ദ വുഡ്, ഇൻലാൻഡ് വുഡ്. അതായത് ഇൻലൈറ്റ് വുഡ് എന്ന് വെച്ചാൽ ഈ തടികൾ കൊണ്ടൊക്കെ കൊത്തുപണി ചെയ്തിട്ട് ഉള്ള വുഡിനെ പറ്റിയാണ് പറയുന്നത്. സോ ഇതാണ് സിറ്റി ഓഫ് ധോലാവിരന്റെ സം ഓഫ് ദി സ്പെഷ്യൽ ഫീച്ചേഴ്സ്. ഗുഡ്സ് ക്യാരിഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. എങ്ങനെയാണ് സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന്, അതായത് ലഗേജും ലോഡ്സ് ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിച്ചത്? എങ്ങനെയായിരിക്കാം? ഓരോ വാഹനങ്ങളുടെ രൂപത്തിൽ ഓരോ വലിയ ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ വെച്ച് പണിഞ്ഞ ഒരു വാഹനം പോലത്തെ സാധനങ്ങളിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? ലഗേജും ലോഡ്സും ഒക്കെ കയറ്റി അയക്കുമായിരുന്നു എന്ന് നമ്മളെ റിമൈൻഡ്സ്, അതായത് അവശേഷിപ്പുകൾ തെളിയിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫുഡ് ഫോർ പീപ്പിൾ ഇൻ ദ സിറ്റീസ്. സിറ്റീസിലുള്ള നഗരത്തിലുള്ള ജനങ്ങൾക്ക് എങ്ങനെയാണ് ഭക്ഷണം എത്തിച്ചിരുന്നതെന്ന് നോക്കാം. ഫാമേഴ്സ് ആൻഡ് ഹേർഡേഴ്സ് സപ്ലൈഡ് ഫുഡ്. ഫാമേഴ്സും ഹേർഡേഴ്സും കൃഷിക്കാരായതുകൊണ്ട് തന്നെ അവർ ധാന്യങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുമായിരുന്നു? നഗരത്തിലുള്ളവർക്ക് ഭക്ഷണങ്ങൾ, അതായത് ഭക്ഷണങ്ങൾ എത്തിക്കുമായിരുന്നു. ദേ പ്ലോ വാസ് യൂസ്ഡ്. അവിടെ പ്ലോ ഒക്കെ ഉപയോഗിച്ചിരുന്നു. പിന്നെന്താ? യൂസ് സം ഫോം ഓഫ് ഇറിഗേഷൻ. അവിടെ വെള്ളത്തിന്റെ ക്ഷാമമുള്ള, അതായത് വെള്ളത്തിന്റെ ജലക്കുറവും പരിമിതി മൂലം കാരണം അവരെന്ത് ചെയ്യുമായിരുന്നു? അവർ വെള്ളം കിട്ടുന്ന പല സേവനങ്ങളും അവർ സ്വീകരിക്കുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെന്താ? റെഡ് കാറ്റിൽ, ഷീപ്പ്, ഗോട്ട് ആൻഡ് ബഫല്ലോ. അവർ കന്നുകാലികളെ മേയ്ക്കാൻ തുടങ്ങി. എന്ത്? കാറ്റിൽസ്, ഷീപ്പ്, ഗോട്ട്, ബഫല്ലോ. ഹിസ്റ്ററി ഓഫ് ദി എൻഡ്. എങ്ങനെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ, അതാ ഹാരപ്പൻ സംസ്കാരം നിലച്ചുപോയത്? എങ്ങനെയാണ് അഥവാ അവസാനിച്ചത്? Around 3,900 years ago, the beginning of a major change. അതായത് 3900 വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചു. അതായത് ബിൽഡിങ്സ് ഒക്കെ തകർന്നു. പിന്നെന്താണ്? സ്ട്രീറ്റ്സിലൊക്കെ പുതിയ പുതിയ ചെറിയ വീടുകൾ വന്നു തുടങ്ങി. പിന്നെ ഒരുപാട് ചേഞ്ചസ്, ലൈക്ക് അവര് ഒരുപാട് വജ്രങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞു വജ്രങ്ങളോ ആയുധങ്ങളൊക്കെ, അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ അവർ എന്ത് ചെയ്തു? കയറ്റുമതി ചെയ്തിരുന്നു. അതൊക്കെ കുറഞ്ഞു. അഥവാ അവർ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്യുന്നതൊക്കെ വല്ലാത്ത രീതിയിൽ കുറഞ്ഞു വന്നു. അതായത് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് സാധനങ്ങൾ എത്തിക്കുക. മനസ്സിലായോ? പിന്നെ പീപ്പിൾ സ്റ്റോപ്ഡ് ഓഫ് യൂസിങ് ഇൻ സിറ്റീസ്. അതായത് സിറ്റീസിലുള്ള താമസമൊക്കെ നിന്ന് തുടങ്ങി. പിന്നെ റൈറ്റിംഗ് സീൽസ് ആൻഡ് വെയ്റ്റ്സ് ഇൻ ലാർജർ. അതായത് സീൽസും വെയ്റ്റ്സും, ഈ മുദ്രകളും പിന്നെ ഈ വെയ്റ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെയ്റ്റ്സ്, അതിന് യൂസ് ഒക്കെ നിന്ന് തുടങ്ങി, ഇല്ലാണ്ടായി.
റോ മെറ്റീരിയൽസ് ബ്രോഡ് ബിക്കെയിം യൂസ്ഡ്, അതായത് റോ മെറ്റീരിയൽസ് കൊണ്ടുവന്നതൊക്കെ കുറഞ്ഞു പോയി, വല്ലാതെ രീതിയിൽ കുറഞ്ഞു പോയി. വൈ ഡിഡ് ഓൾ ദിസ് ഹാപ്പൻ? എന്തുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഒരു ദിവസം ഇതൊക്കെ ഇല്ലാണ്ടായത്? പക്ഷേ പെട്ടെന്നൊരു ദിവസം ഇത് ഇല്ലാണ്ടായെന്ന് പറയുമ്പോൾ നഗരത്തിന്റെ പല പല ഭാഗങ്ങളിലായിട്ടാണ് ഇത് ഇല്ലാണ്ടായിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേക കാരണങ്ങളോ അതൊന്നും നമുക്കറിയില്ല. ഇത് എന്തുകൊണ്ടാണ്, ഒരു എക്സാക്ട് റീസൺ എന്ന് പറയുന്നത് നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഇല്ലാതായത്, അതിന്റെ എക്സാക്ട് റീസൺ അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്യുന്ന റീസൺ നമുക്കറിയില്ല. ബട്ട് നമുക്ക് എന്തൊക്കെ അറിയാം? റിവേഴ്സ് സ്റ്റാർട്ടിങ് ടു ഡൈഡ് അപ്പ്, അതായത് റിവേഴ്സ് ഒക്കെ ഡ്രൈ ചെയ്ത് തുടങ്ങി, വരൾച്ച വന്നു തുടങ്ങി. പിന്നെ ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം വല്ലാതെ ഉയർന്നു. പിന്നെ ഫ്ലഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ആനിമൽസ് ഒക്കെ എങ്ങനെയാണ് ഭക്ഷിച്ചിരുന്നത്? ഓരോ പുൽമേടുകളിലൊക്കെ പോയാണ് ഭക്ഷിച്ചിരുന്നത്. അങ്ങനെ അതൊക്കെ ഇല്ലാണ്ടായപ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ ഫ്ലഡ്സ് ഒക്കെ വരാൻ തുടങ്ങി. പിന്നെന്താ, സൈറ്റ്സ് ഇൻ സിന്ധിൽ, അതായത് പാകിസ്ഥാനിലുള്ള സിന്ധിലും അതുപോലെ തന്നെ വെസ്റ്റ് പഞ്ചാബിലെ സൈറ്റ്സ് ഒക്കെ അബൻഡ് ചെയ്തു. മൂവ് ടു ദി ഈസ്റ്റ് ആൻഡ് ദ സൗത്ത്, അതായത് ജനങ്ങള് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് ഈസ്റ്റിലേക്കും സൗത്തിലേക്കൊക്കെ മൂവ് ചെയ്തു തുടങ്ങി, അഥവാ മൈഗ്രേറ്റ് ചെയ്തു തുടങ്ങി. പിന്നെ ന്യൂ സിറ്റീസ് എമേർജ്ഡ് അബൌട്ട് 1400 ഇയേഴ്സ് ലേറ്റർ, അതായത് 1400 വർഷങ്ങൾക്ക് ശേഷം പുതിയ പുതിയ സിറ്റീസ്, അതായത് പുതിയ സിറ്റീസ് ആയിട്ട് നഗരങ്ങൾ അവിടെയും ഇവിടെയും രൂപം കൊണ്ടു. അവിടെ ചെറിയ അതായത് ബിൽഡിങ്സ് ഒക്കെ മാറി ആ സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിൽ, അതായത് ചെറിയ കുടിലുകളായി മാറി. പിന്നെ നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ചത് ഹാരപ്പൻ സിവിലൈസേഷൻ എങ്ങനെയാണ് ഫോം ചെയ്തതെന്നും അതെങ്ങനെയാണ് എൻഡ് ചെയ്തത്, അതായത് നമ്മൾ അതിന്റെ മിസ്റ്റീരിയസ് എൻഡും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി അതുപോലത്തെ ഒരു സിവിലൈസേഷൻ നമുക്ക് മറ്റൊരു സിവിലൈസേഷൻ ഉള്ളതാണ് ഈജിപ്തിലുള്ളത്. അതാണ് ഈജിപ്തിലെ നമുക്ക് സിവിലൈസേഷന്റെ പ്രത്യേകതകൾ നോക്കാം. ലൈക്ക് കിങ്സ് റൂൾഡ് 5000 ഇയേഴ്സ് എഗോ. രാജാവിന്റെ ഭരണം എത്രയായിരുന്നു? 5000 വർഷങ്ങൾക്ക് മുൻപ്. അതുപോലെ തന്നെ പിരമിഡ്സ്, ഹ്യൂജ് ടോംസ്, അതുപോലെ തന്നെ റിസർവ്ഡ് ബോഡീസ്, അതായത് അവിടുത്തെ റിസർവ്ഡ് ബോഡീസ്, പ്രിസർവ് ചെയ്തേക്കുന്ന ബോഡീസിനെ മമ്മീസ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ദ മോസ്റ്റ് ഇലാബറേറ്റ് ബ്യൂറിയൽസ്, അതായത് ഏറ്റവും വലിയ സങ്കീർണമായ ബ്യൂറിയൽസ്, സംസ്കാരം നടക്കുന്നത് ഈജിപ്തിലാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഡേറ്റ്സ് ഒന്ന് നോക്കാം. കോട്ടൺ കൾട്ടിവേഷൻ അറ്റ് മേഗർ about 7000 ഇയേഴ്സ് എഗോ, അതായത് എന്താണ്, മേഗറിൽ കോട്ടൺ കൾട്ടിവേഷൻ തുടങ്ങിയിട്ട് ഏകദേശം 7000 ഇയേഴ്സ് ആയി. പിന്നെ ബിഗിനിങ് ഓഫ് സിറ്റീസ്, അതായത് സിറ്റീസ് ഒക്കെ രൂപപ്പെട്ട് തുടങ്ങിയിട്ട് ലോഞ്ച് ചെയ്ത് തുടങ്ങിയിട്ട് about 4700 ഇയേഴ്സ് എഗോ. ബിഗിനിങ് ഓഫ് ദി എൻഡ് ഓഫ് ദി സിറ്റീസ്, അതായത് ഈ ബിഗിൻ ചെയ്ത ഈ സിറ്റീസിന്റെ അവസാനം, അതായത് അവസാനം എന്ന് പറയുന്നത് about 3900 ഇയേഴ്സ് എഗോ. The emergence of other cities is about 2500 years ago. അപ്പോൾ നമ്മുടെ ഈ ഹോൾ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ തേർഡ് ചാപ്റ്റർ, ഹിസ്റ്ററിയിലെ തേർഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. I hope that all of you understood this whole chapter and please like, share and ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.